ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നമുക്കുണ്ടായ ചില മുൻകാല അനുഭവങ്ങൾ, അതിനെപ്പറ്റി നമ്മൾ ആൻസർ പറയുന്നത് എപ്രകാരമാണ്, അല്ലെ അതിനെപ്പറ്റി ചോദിക്കുന്നത് എപ്രകാരമാണ്, അല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത് എപ്രകാരമാണ് എന്നുള്ളതിനെ പറ്റിയാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. എല്ലാ ടെൻസുകളെ പോലെ തന്നെ ഇതിനുമുണ്ട് ഒരു ഫോർമാറ്റ്. അതാണ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമുക്കറിയാം, ഹാസ് വരുന്നത് ഹി, ഷീ, ഇറ്റ് മുതലായവയുടെ കൂടെയും ഹാവ് വരുന്നത് ഐ, യു, വി, ദേ എന്നിവയുടെ കൂടെയുമാണ്. അതപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബും അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾസ് നോക്കാം. മുൻപ് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്, വി ഹാവ് മെറ്റ് ബിഫോർ. വി ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഹാവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെറ്റ്, മീറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ഞാൻ വലിച്ചിട്ടുണ്ട്, വൺസ് ഐ ഹാവ് സ്മോക്ഡ്. ഞാൻ അയാളെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ ഹിം ബിഫോർ. അടുത്തത് നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസുകൾ എപ്രകാരമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയുന്നത് എന്നുള്ളത് നോക്കാം. ഇതുപോലൊരു വാർത്ത ഞാൻ മുൻപ് കേട്ടിട്ടില്ല, ഐ ഹാവിൻറ്റ് ഹിയർഡ് സച്ച് എ ന്യൂസ് ബിഫോർ. എനിക്ക് ഇതുവരെ ഒരു അപകടവും ഉണ്ടായിട്ടില്ല, ഐ ഹാവ് നെവർ ഹാഡ് ആൻ ആക്സിഡൻറ്റ്. അതിനുശേഷം എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല, ആഫ്റ്റർ ദാറ്റ് ഐ ഹാവിൻറ്റ് ഹാഡ് ഹെഡ് ഏക്ക്. ഇതിന് ശേഷം എന്നുള്ള അർത്ഥത്തിലാണ് ആഫ്റ്റർ ദാറ്റ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഫോമാണ്. അതിൻ്റെ ഫോർമാറ്റ് ഹാസ് ഓർ ഹാവ് ആദ്യം ചേർക്കുക. അതിനുശേഷം സബ്ജക്റ്റ് പ്രൊനൗൺ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ചില സന്ദർഭങ്ങളിൽ എവർ അല്ലെങ്കിൽ എനിവൺ ചേർക്കാറുണ്ട്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. താങ്കളുടെ ജീവിതത്തിൽ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഹാവ് യു ലവ്ഡ് എനിവൺ ഇൻ യുവർ ലൈഫ്? യു അവിടെ യൂസ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഹാവിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ലവ് എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലവ് എന്ന് ചേർത്തിരിക്കുന്നു. താങ്കൾ എന്തെങ്കിലും പുകവലിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ സ്മോക്ഡ്? എന്നെങ്കിലും എന്ന അർത്ഥത്തിലാണ് എവർ യൂസ് ചെയ്തിരിക്കുന്നത്. സ്മോക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്മോക്ഡ് ചേർത്തിരിക്കുന്നു. അയാളുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ? ഹാസ് ഹീ എവർ ഡൺ എനിത്തിങ് ഗുഡ് ഇൻ ഹിസ് ലൈഫ്? ഹീ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഹാസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഡു എന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഡൺ. ഇതിനു മുൻപ് നിങ്ങൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിട്ടുണ്ടോ? ഹാവ് യു ഹാഡ് ജോണ്ടിസ് ബിഫോർ? നിങ്ങൾ അയാളെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹിയർഡ് ഓഫ് ഹിം? ഹിയർ എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഹിയർഡ് ആണ് ചേർത്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ ഷേക്സ്പിയറിൻ്റെ ഏതെങ്കിലും നാടകം വായിച്ചിട്ടുണ്ടോ? ഹാവ് യു റെഡ് എനി ഓഫ് ഷേക്സ്പിയേഴ്സ് പ്ലേ? റീഡ് എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം റെഡ് ആണ് ചേർത്തിരിക്കുന്നത്. യു അവിടെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഹാവ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.